നമസ്കാരം. രസകരമാണ് അടുത്ത കഥ. ജഗദീഷ് ശിവകുമാറിന് ഇത്രയും വ്യത്യസ്തമായ റോളുകൾ മനോഹരമായി ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ട് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ രണ്ട് ഉത്തരങ്ങൾ ഞാൻ പറയും. ഒന്ന്, അഭിനയത്തിൻ്റെ അസാമാന്യമായ അഭിനയ പാടവം. എത്ര കത്തി സിനിമയായാലും ജഗതിക്ക് കൊടുക്കുന്ന വേഷം അദ്ദേഹം മോശമാക്കിയിട്ടേയില്ല. അടൂരിൻ്റെയും കെ ജി ജോർജിൻ്റെയും ലെനിൻ രാജേന്ദ്രൻ്റെയും ഒക്കെ സിനിമ ചെയ്യുന്ന അതേ പാടവത്തോടെ തന്നെ അദ്ദേഹം കല്ലേൻ കൃഷ്ണദാസിൻ്റെയും കെ എസ് ഗോപാലകൃഷ്ണൻ്റെയും സിനിമകളോട് കാണിക്കുന്ന ശ്രദ്ധ ഞാൻ പലപ്പോഴും കണ്ടു നിന്നിട്ടുണ്ട്. അടൂരിൻ്റെ സിനിമ ചെയ്യുമ്പോൾ അടൂരിന് കൊമ്പുണ്ടെന്ന് പറഞ്ഞ് കൃത്യതയോടെ അഭിനയിക്കുകയും കല്ലേൻ കൃഷ്ണദാസിന് അവനിത് മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അഭിനയിക്കുകയില്ല. അഭിനയത്തിൽ വെള്ളം ചേർക്കുന്ന പരിപാടി ഒരിക്കലും അമ്പിളിച്ചേട്ടൻ ചെയ്തിട്ടില്ല. ലെനിൻ രാജേന്ദ്രൻ്റെയും ഹരികുമാറിൻ്റെയും ഒക്കെ സഹസംവിധായകനായിരുന്ന അനിയൻ കാവടിയാട്ടം എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി. ഞാനായിരുന്നു അസോസിയേറ്റ്. സെറ്റിലെത്തിയ അമ്പിളിച്ചേട്ടൻ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് സംവിധായകൻ്റെ മുന്നിലെത്തി. അനിയ, ഏത് ഫ്ലേവറാ അനിയൻ്റെ ആദ്യത്തെ സിനിമ എന്നായിരുന്നു ചോദ്യം. ഖാൻ കേലിയാണോ ഖാന എന്നാണ് അടുത്ത് ചോദിച്ചത്. അനിയൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞില്ല. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ അയക്കാനുള്ളതാണോ, ആഹാരം കഴിക്കാനുള്ള വക ഉണ്ടാക്കാൻ പാകത്തിലുള്ള സിനിമയാണോ ഇത് എന്നാണ് അമ്പിളിച്ചേട്ടൻ ചോദിച്ച ചോദ്യം. ഖാൻ കേലിയ ഖാന കേലിയ എന്ന് ചോദിച്ചത്. ആദ്യം ഖാന കേലിയയ്ക്കുള്ള വക കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് പടങ്ങൾ ചെയ്യണം. കാശൊക്കെ സമ്പാദിച്ച് കഴിയുമ്പോൾ ക്യാൻ കേലിയ ചെയ്യാം, എന്താ പോരെ എന്നും അമ്പിളിച്ചേട്ടൻ ചോദിച്ചു. അതായത് നല്ല വിജയമാകുന്ന 100ഉം 150 ദിവസം ഓടുന്ന പടങ്ങളെടുത്ത് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച ശേഷം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ആർക്കും മനസ്സിലാവാത്ത ബുജി സിനിമ എടുത്ത് അയച്ചാൽ മതി എന്നാണ് അമ്പിളിച്ചേട്ടൻ പറഞ്ഞത്. കാവടിയാട്ടത്തിലെ തരികിടയായ വേലപ്പൻ എന്ന വേലവയ്പ്പനായി ജഗതി കാട്ടിക്കൂട്ടിയതൊക്കെ നിങ്ങളൊക്കെ സ്ക്രീനിൽ കണ്ടതല്ലേ, ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുപോലെ കഥാപാത്രത്തെ എങ്ങനെ അഭിനയിക്കണം എന്ന് അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അനിയ ചളമാണോ ചച്ചളമാണോ എന്നാണ് ജഗതിച്ചേട്ടൻ തിരക്കാർ. സംവിധായകൻ ചളം മതി എന്ന് പറഞ്ഞാൽ ഒരു ടോൺ, ചച്ചളം വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ പൂന്തി വിളയാടും. അങ്ങനെയാണ് ചില സിനിമകളിൽ ഓവറായിട്ട് അമ്പിളിച്ചേട്ടൻ അഭിനയിക്കുന്നത്. ചളം വേണോ ചച്ചളം വേണോ എന്ന് ചോദിക്കും. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് നമ്മുടെ മോഹൻലാലും തരുൺ മൂർത്തിക്കും വീണ്ടും ഒന്നിക്കാനായി. L 366 മോഹൻലാൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വരുന്നു, ഒരു എസ്ഐയുടെ വേഷത്തിൽ. അപ്പോൾ സ്വാഭാവികമായും കുറേ കാലമായി മോഹൻലാൽ വച്ചിരിക്കുന്ന താടി മാറ്റണം, ഇല്ലേ? നമുക്ക് താടി കണ്ട് മോഹൻലാലായതുകൊണ്ടല്ലേ നമുക്ക് മടുക്കാത്ത. ഒടിയൻ സിനിമയ്ക്കായി എന്തോ കുന്ത്രാണ്ടം കുത്തിവെച്ചു എന്നാണ് മോഹൻലാലിൻ്റെ അനിയൻ എന്ന് അവകാശപ്പെടുന്ന ഒരു വേന്ദ്രൻ ആർജി ഫിറ്റായി നിന്ന് ആധികാരികമായി പറയുന്നത്. എന്തായാലും ഒടിയന് ശേഷം ചെയ്ത സിനിമകളിലൊക്കെ താടി വെച്ച മോഹൻലാലായിരുന്നു. താടി മോഹൻലാലിന് ദോഷം ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് കോടികൾ വാരിക്കൂട്ടിയ തുടരും വരുന്നത്. തരുൺ മൂർത്തിയുടെ L 366 ചെയ്യാനായി താടി എടുത്തപ്പോഴാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മോഹൻലാൽ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടില്ല എന്ന് സത്യത്തിൽ ഞാൻ ഓർത്തത്. അയ്യോ, 6-7 വർഷമായിട്ട് ഇദ്ദേഹം പോലീസ് വേഷം ചെയ്തിട്ടില്ലല്ലോ എന്ന് അപ്പോഴാണ് തോന്നിയത്. അതുവരെ എനിക്ക് തോന്നിയില്ല. എത്ര പോലീസ് വേഷങ്ങൾ ചെയ്ത നടനാണ് മോഹൻലാൽ. L 366 പുതിയൊരു അനുഭവമാകാം അതുകൊണ്ട്. മാത്രമല്ല ഈ സിനിമയുടെ വ്യത്യസ്തത എന്താ പറയുക, സത്യനന്ദിക്കാരൻ്റെ സെറ്റിൽ പോലും മോഹൻലാലിനെ കാത്തിരുത്തിയ മീര ജാസ്മിനാണ് L 366 നായിക. അതും ഒരു പുതുമ സമ്മാനിക്കാം. ആകെ മൊത്തം ടോട്ടൽ തരുൺ മൂർത്തിയുടെ ഈ പടവും വലിയ വിജയമാകുമെന്ന് മനസ്സ് പറയുന്നു. വലിയ വിജയമാകട്ടെ. മക്കൾ നീതിമയ്യം എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി കമൽഹാസൻ തമിഴകത്ത് ഇറങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷ തോന്നി. കുറേ വർഷങ്ങളായി കരുണാനിധിയും MGR ജയലളിതയും കൂടി രാഷ്ട്രീയ നാടകം കളിക്കുന്ന തമിഴകം. കരുണാനിധിയും MGRും ജയലളിതയും പോയപ്പോൾ സ്റ്റാലിൻ്റെ കൈപ്പിടിയിലായ തമിഴകം. തൻ്റെ അനാരോഗ്യം അസുഖങ്ങൾ വീഴ്ത്തിയാൽ അടുത്ത വാരിസ് എന്നാണ് അടുത്ത അവകാശി ആയ ഒരാളെ പാർട്ടിയിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാതെ മോനെ എഴുന്നള്ളിക്കാനായി ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയ സ്റ്റാലിൻ. മറുവശത്ത് പലതായി പിരിഞ്ഞുപോയ ADMK ഒരു IPSകാരനെ കളത്തിലിറക്കി
തമിഴകം പിടിച്ചെടുക്കാം എന്ന് മോഹിച്ച കേന്ദ്ര പാർട്ടി കുരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല കൊടുത്ത അവസ്ഥയിൽ IPSകാരൻ കുട്ടിച്ചോറാക്കി തന്നെ ഏൽപ്പിച്ച പാർട്ടിയെ. അവിടേക്ക് ആദ്യം രജനീകാന്തും പിന്നാലെ കമൽഹാസനും വന്നു. രജനീകാന്ത് ഒരിക്കലും നല്ല മുഖ്യമന്ത്രിയാകാൻ ഇടയില്ല. സ്ഥിരതയില്ലാത്ത തീരുമാനമെടുക്കുന്ന ഒരാൾ അധികാരസ്ഥാനത്ത് വന്നാൽ ശോഭിക്കില്ല എന്ന് ഇനി പറയണോ? ഒരു നാൾ രജനി തന്നെ തൻ്റെ പാർട്ടിയെ പൂട്ടിട്ടു. അപ്പോഴാണ് മക്കൾ നീതിമയവുമായി കമൽഹാസൻ്റെ വരവ്. ഒരു ചെറു ചലനം സൃഷ്ടിക്കാൻ പോലും ആയില്ല കമലിന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാന്യമല്ലാതെ കമൽ തന്നെ തോറ്റു കാണിച്ചു. പിന്നാലെ വിജയ് വരുന്നു എന്ന തിരിച്ചറിവ് ബുദ്ധിമാനായ കമലിനുണ്ടായി. അദ്ദേഹം സ്റ്റാലിൻ്റെ DMKയുടെ സഖ്യകക്ഷിയായി മാറി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പിന്തുണ തന്നാൽ രാജ്യസഭാ സീറ്റ് കമൽഹാസന് നൽകാമെന്ന് സ്റ്റാലിൻ്റെ നിർദ്ദേശം ബുദ്ധിമാനായ കമൽ സമ്മതിച്ചു. സ്റ്റാലിൻ ഒഴിവന്ന രാജ്യസഭാ സീറ്റ് കമലിന് നൽകി. കമൽ എഴുതി വായിച്ച തൻ്റെ കന്നി പ്രസംഗത്തിൽ, ആ പ്രസംഗത്തിൽ തന്നെ രാജ്യസഭ ശരിക്കും അതിശയപ്പെട്ടു. രാജ്യസഭാ അധ്യക്ഷൻ്റെ മുഖത്ത് ആ അതിശയം കാണാമായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഇപ്പം ജോൺ ബ്രിട്ടാസ് അവിടെ ഉണ്ട് രാജ്യസഭയിൽ. വേറെ പോയിരിക്കുന്നവന്മാരൊന്നും വാ തുറക്കില്ല. കമൽഹാസനും കൂടി ചേർന്ന് രാജ്യസഭയിൽ ഒരു 3-4 വർഷം തരംഗം സൃഷ്ടിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇന്നലെ മെനിങ്ങാന്നോ ജോൺ ബ്രിട്ടാസ് എയിംസ് ആലപ്പുഴയിൽ തന്നെ വരും എന്ന് പറഞ്ഞ്, കേട്ടോടാ മറ്റേ മോനെ എന്നൊക്കെ വിളിച്ച നമുക്കൊരു മന്ത്രി ഉണ്ടല്ലോ, അയാൾക്ക് എയിംസ് കൊടുക്കാത്തതിന് അയാളെ നോവിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഇതിലപ്പുറം കുത്താനുണ്ടോ എന്ന് ആലോചിക്ക് നമ്മുടെ ബ്രിട്ടാസ് സംസാരിക്കുന്നുണ്ട് രാജ്യസഭയിൽ. എന്തായാലും ഉറക്കം തൂങ്ങികളല്ലാതെ ഒരു ജോൺ ബ്രിട്ടാസും ഒരു കമൽഹാസനെങ്കിലും ഉണ്ടല്ലോ. നമ്മുടെ സ്റ്റോറിയിൽ ഒരിക്കലും ജയറാമിനെ കുറിച്ചൊരു സ്റ്റോറി ഞാൻ ചെയ്തിട്ടില്ല. അത് എന്നോട് കാണിച്ച വ്യക്തിത്വമില്ലായ്മ കൊണ്ടാണ് ഞാൻ അയാളങ്ങ് ചുവന്ന വഴി വരച്ചങ്ങ് വിട്ടു. പോട്ടെ, നമ്മൾ ഇനി അയാളെ കുത്തിയൊന്നും വേണ്ട എന്ന് വിചാരിച്ചങ്ങ് വിട്ടു. ദ്വാരപാലക ശില്പങ്ങൾ അടിച്ചു മാറ്റിയ കഥ പുറത്തു വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, അവനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വിളിക്കാൻ പോലും ആ കള്ളനെ വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ലോക ഫ്രോഡ് ദ്വാരകാ ശില്പങ്ങൾ സ്വർണ്ണം പൂശാൻ എന്ന് പറഞ്ഞ് കോടമ്പക്കം വഴി എവിടെയൊക്കെ കൊണ്ടുപോയല്ലോ. അതിലൊരു സ്ഥലം നമ്മുടെ നടൻ ജയറാമിൻ്റെ വീട്ടിലായിരുന്നു. ശ്രീ അയ്യപ്പന് കാവൽ നിൽക്കുന്ന ദ്വാരകാ പാലകന്മാർ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ജയറാം 25 കോടി ബമ്പർ അടിച്ചതിനേക്കാൾ തുള്ളിച്ചാടി ആരോടൊക്കെയോ വീട്ടിൽ വിളിച്ചു വരുത്തി. കണ്ട എൻ്റെ വീട്ടിൽ കണ്ട ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലകന്മാർ വന്നിരിക്കുന്നത്, എൻ്റെ കക്കൂസിലെന്ന് പറയാത്തത് നന്നായി. കൊണ്ടാടി ശരിക്കും വീരമണി മറ്റവർ മറിച്ചവർ എല്ലാവരും വിളിച്ചു വരുത്തി. ഇതാണ് ഞാൻ, മനസ്സിലായ? ശബരിമലയിലിരിക്കുന്ന അയ്യപ്പനെ, കുത്തിയിരിക്കുന്ന അയ്യപ്പനെ വേണമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവരും. ഒരു കുഞ്ഞറിയാതെ അമ്പലമുറ്റത്ത് മൂത്രം ഒഴിച്ചാൽ പുണ്യാഹം നടത്തുന്ന നാടാണ്. കാനനവാസൻ്റെ കാവൽക്കാരെ കോടമ്പക്കത്ത് കൊണ്ടു നടന്ന് വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് ദോഷമാണെന്നോ പാവമാണെന്നോ പൂണൂൽ വാസിയായിട്ടും ജയറാമിന് തോന്നിയില്ലത്രേ. ചുമ്മാതല്ല ഞങ്ങളുടെ നാട്ടിൽ ശ്രീ പത്മനാഭസ്വാമി കിടന്നു കളഞ്ഞത്. ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അടിച്ചുകൊണ്ട് പൊക്കളെന്ന് ആയിരിക്കണം അദ്ദേഹം കയറി കിടന്നത്. കോമൺ സെൻസുള്ള ഒരു ഭക്തനാണെങ്കിൽ ആ ഫ്രോഡ് ഉണ്ണികൃഷ്ണനോട് ചോദിക്കും, ശബരിമലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ദ്വാരകാ പാലകന്മാരെ കാശുള്ള സിനിമാക്കാരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് ന്യായമാ എന്ന് ചോദിക്കേണ്ടതാണ് യഥാർത്ഥ ഭക്തനാണെങ്കിൽ. ജയറാം അങ്ങനെയല്ല കണ്ടത്. പേരും പ്രശസ്തിയുമുള്ള പണമുള്ള തൻ്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ വേണമെങ്കിൽ കുത്തിയിരിക്കുന്ന അയ്യപ്പസ്വാമിയെ കൊണ്ടുവരും എന്നായിരിക്കും. എന്തായാലും ഈ കേസിൻ്റെ തുടക്കകാലത്തെ പോക്കും പറച്ചിലും ഒക്കെ കണ്ടപ്പോൾ പോറ്റിക്ക് പിന്നാലെ ജയറാം ഭട്ടരും ചട്ടിയിലാകും എന്നാണ് തോന്നിയത്. ജയറാം ഇതാ ഊരിയിരിക്കുന്നു ഈ കേസിൽ നിന്ന്. കണക്ട് ചെയ്യാനായി ഒരു പിഴവും കണ്ടെത്താനായില്ലത്രേ SITക്ക്. ഉണ്ണികൃഷ്ണൻ ഫ്രോഡിന് പോലും ജാമ്യം അനുവദിച്ച കേസിൽ ആരെ എങ്ങനെ പിടിക്കും എന്നൊരു പിടിയുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നാണല്ലോ പറയാറ്. എന്തിനും ഏതിനും ചുരുങ്ങിയത് 2 പക്ഷക്കാരെങ്കിലും ഉണ്ടാവും. ഏത് കാര്യം എടുത്താലും ഉണ്ടാവും. മണിയമ്പിള്ള രാജു കാറ് നിർത്താതെ പോയത് തെറ്റെന്ന് പറയുന്നവരും ഉണ്ടാവും. സ്പീഡിൽ ഓടിച്ചു വന്ന അവന്മാർ ബൈക്ക് കൊണ്ടുവന്ന് മണിയമ്പിള്ളരെ കാറിലിടിച്ചതിന് മണിയമ്പിള്ള എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരുണ്ടാവും. എല്ലാത്തിനും 2 പക്ഷം ഉണ്ടാവും. ശബരിമല കൊള്ളയിൽ
തന്ത്രി രാജീവർക്ക് നിർണായകമായ പങ്കുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയും തന്ത്രിയെ പിടിച്ച് അകത്തിടുകയും തുടരെ കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്നു. ശബരിമലയെ തകർക്കാനാണ് തന്ത്രിയെ പിടിച്ച് അകത്തിട്ടതെന്നും തന്ത്രി അയ്യപ്പൻ്റെ പ്രതിപുരുഷനാണെന്നും തുറന്നു വിടൂ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാക്കൾ തന്നെ കേരളത്തിലുണ്ട്. തന്ത്രിയെ തുടരുത്, തന്ത്രി അയ്യപ്പൻ്റെ പ്രതിപുരുഷനാണ്, തന്ത്രിയെ പിടിച്ചകത്തിട്ട് ഈ കേസ് ഒതുക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നൊരു പക്ഷക്കാരില്ലേ. SIT പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത്, ഹൈക്കോടതി പറയുന്നത് ശരിയാണെന്ന്. ആനുകാലികമായ ഒരു 2 വർഷത്തിൻ്റെ കഥ പറയാം. തമിഴകം ഒരു പ്രത്യേക ഇസം വച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ്. അമ്മ, തങ്കച്ചി, താലി, കുങ്കുമം ഒക്കെ തമിഴർക്ക് ഒരു വികാരമാണ്. ബുദ്ധിമാനായ MGR ഒക്കെ ഈ വികാരങ്ങളെ നന്നായി വിറ്റെടുത്ത കൗശലക്കാരനുമായിരുന്നു. കഴിഞ്ഞ വാരം തമിഴകത്ത് ഒരു സംഭവം നടന്നു. ടി നഗർ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ടി നഗർ മദ്രാസിൽ. ടി നഗർ പ്രദേശത്തെ ഒരു സാധാരണ ശുചീകരണ തൊഴിലാളിയായിരുന്നു പത്മ. ജോലിക്കിടയിൽ അവർക്ക് 360 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ഒരു ചെറിയ സഞ്ചി ചവറുകൾക്കിടയിൽ നിന്ന് കിട്ടി. 360 ഗ്രാം, അതായത് 45 പവൻ. ഒരു പവനിപ്പോൾ സ്വർണത്തിനിപ്പോൾ തീ പിടിച്ച വിലയാണല്ലോ. ഒരു പവനിപ്പോൾ 1,18,000 രൂപ എന്തോ ഉണ്ടെന്ന് ഇന്ന് പറയും, ഉച്ചയാവും പറയും അത് 1,14 അത് രാത്രിയാവും പറയും 1,6 രാവിലെ ആവും പറയും 1,26. ഇങ്ങനെ ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ സ്വർണത്തിൽ. ഒരു മോളൊക്കെ ഉണ്ടെങ്കിൽ കെട്ടിച്ചയക്കാൻ 10 പവൻ ഇടണമെങ്കിൽ ഞാൻ അതാണ് എപ്പോഴും ആലോചിക്കുന്നത്. അങ്ങനെ മേളിലും താഴോട്ടും ചാഞ്ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1 ലക്ഷം രൂപ വെച്ച് വില കൂട്ടിയാലും 1/2 കോടിക്കുള്ള വകയാണ് ആരുടേതെന്നറിയാതെ കാട് ശുചീകരിക്കുന്നതിനിടയിൽ ഈ പത്മയ്ക്ക് കിട്ടിയത്. ആരായാലും അന്തിച്ചു പോകും എന്നുള്ള കാര്യം ഉറപ്പ്, അടിച്ചു മാറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. 50 ലക്ഷത്തിൻ്റെ സാധനമല്ലേ. പത്മ പക്ഷേ വിവരം മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. സ്വർണം മേലുദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വിവരമറിഞ്ഞ യഥാർത്ഥ ഉടമ സ്റ്റേഷനിൽ ഹാജരായി ആ സ്വർണം കൈപ്പറ്റി. ഈ വാർത്ത നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് അറിയുന്നു. നാടിന് മാതൃകയായ പത്മയെ രജനി വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവർ ചെല്ലുന്നു. 45 പവൻ തൻ്റെ മുന്നിൽ കിടന്നിട്ടു. അതിന് മുന്നിൽ തലകുനിക്കാതെ ശുചീകരണ തൊഴിലാളിയായ പത്മയെ സ്റ്റൈൽ മന്നൻ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നു. അവരുടെ സത്യസന്ധതയ്ക്ക് ഒരു സ്വർണ്ണമാല കഴുത്തിലങ്ങിട്ട് കൊടുത്തു. പത്മയെ പോലുള്ളവരെ നമ്മൾ ആദരിക്കണമെന്നും സ്റ്റൈൽ മന്നൻ പറഞ്ഞു. ഇതറിഞ്ഞ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പത്മയെ നേരിട്ട് വിളിച്ച് പ്രശംസിച്ചു. 1 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. പ്രശംസനീയമായ ഇക്കാര്യം ഇവിടെ തീരേണ്ടതാണ്. തമിഴകമല്ലേ, അങ്ങനെ തീരാൻ സമ്മതിക്കില്ലല്ലോ. ശുചീകരണ തൊഴിലാളിക്കും കുറഞ്ഞ വിലയ്ക്ക് പെറോട്ട വിൽക്കുന്നവനെയും ഒക്കെ വിളിച്ച് സ്വർണ്ണമാലകൾ കൊടുക്കുന്നത് രജനീകാന്തിൻ്റെ മനുഷ്യസ്നേഹമല്ല, വ്യാജ മനുഷ്യസ്നേഹമാണ് എന്നും ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ്റെ ആസ്ഥാനമായ റിപ്പൺ ബിൽഡിങ്ങിൻ്റെ പ്രവേശന കവാടത്തിൽ പത്മ അടക്കമുള്ള ശുചീകരണ തൊഴിലാളികൾ അവകാശങ്ങൾക്കായി പോരാടിയപ്പോൾ രജനീകാന്ത് എവിടെ ആയിരുന്നുവെന്നും അവരുടെ യൂണിഫോം നോക്കിയാണോ നിങ്ങളുടെ മഹാമനസ്കത പ്രകടിപ്പിക്കേണ്ടതെന്നും വ്യാജ മനുഷ്യസ്നേഹിയാണ് രജനീകാന്ത് എന്നും ഒക്കെ പറയുകയാണ് തമിഴിലെ തന്നെ സിനിമയിലെ തന്നെ സംവിധായകനായ ലെനിൻ ഭാരതി. ഈ പോസ്റ്റ് വന്നതോടെ രജനിയെ പ്രകീർത്തിച്ചും ലെനിൻ ഭാരതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചും വിവാദം കനക്കുന്നു. രജനി പത്മയെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ട് നടത്തി എന്നാണ് വിമർശകർ പറയുന്നത്. പത്മയുടെ സത്യസന്ധത സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്നതാണെന്ന ചിന്തയിലാണ് രജനീകാന്ത് വീട്ടിൽ വിളിച്ചു വരുത്തി സ്വർണ്ണമാല നൽകിയത് എന്ന് മറ്റൊരു കൂട്ടർ പറയും. അതിനും ഒരു ആഴ്ച മുമ്പാണ് 5 രൂപയ്ക്ക് പൊറോട്ട നൽകി ലാഭേച്ഛ കൂടാതെ ഭക്ഷണം നൽകുന്ന ശേഖർ എന്ന് പറഞ്ഞ അണ്ണാച്ചിയെ വിളിച്ചു വരുത്തി രജനീകാന്ത് സ്വർണ്ണമാല നൽകിയത്. 5 രൂപയ്ക്ക് പൊറോട്ട കൊടുക്കുന്ന അണ്ണാച്ചിക്കും കൊടുത്തൊരു മാല. പാവങ്ങളോട് രജനിക്കുള്ള അനുകമ്പയെന്ന് വലിയൊരു കൂട്ടർ പറയുമ്പോൾ ഫോട്ടോഷൂട്ട് ജാടയാണെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. അമ്മയെ തല്ലിയാലും 2 പക്ഷം പുരിഞ്ചിതാ രജനി സാർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹം അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ജാടകൾ കാണിക്കുന്ന ഒരാളൊന്നും അല്ല രജനീകാന്ത്.
എന്നാലും അദ്ദേഹത്തെ അംഗീകരിക്കാൻ വയ്യാത്തവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. അതിവിടെ അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞ ഒരു അലവലാതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മനുഷ്യരെ അംഗീകരിക്കാൻ കഴിയണമെങ്കിൽ വലിയ മനസ്സുണ്ടാവണം. രജനീകാന്തിന് അതുണ്ട് എന്ന് അദ്ദേഹം ആ പൊറോട്ട 5 രൂപയ്ക്ക് പൊറോട്ട കൊടുക്കുന്നവന് 45 പവൻ കിട്ടിയിട്ട് അത് കൃത്യമായി അതിൻ്റെ ആൾക്കാർക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്ത പത്മയെയും ആദരിച്ചതിലൂടെ അദ്ദേഹം തെളിയിച്ചു. പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.